അബ്രഹാമിന് ഒരു പരീക്ഷ ദൈവം ഇട്ടു. ആ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചു. അതുകൊണ്ടാണ് അബ്രഹാമിന് ദൈവം ഐശ്വര്യമായി. നമ്മുടെയൊക്കെ ആഗ്രഹം പരീക്ഷയില്ലാതെ ജയിക്കണം, ഐശ്വര്യമായ അനുഗ്രഹവും പ്രാപിക്കണം. ഈ പുസ്തകം ഞാൻ പഠിച്ചപ്പോൾ അങ്ങനെയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ജയിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ ദൈവം വച്ചിരിക്കുന്നത്. സ്തോത്രം. പക്ഷെ അബ്രഹാമിന് ദൈവമിട്ട പരീക്ഷ ഇച്ചിരി കട്ടിയായ പരീക്ഷയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെ എന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ. അബ്രഹാമിനെ വിളിച്ചപ്പോൾ എന്തിനാണെന്ന് അബ്രഹാമിന് അറിയത്തില്ല. എന്തിനായാലും വിളിച്ചവന്റെ ശബ്ദം കേൾക്കുവാൻ ഒരു തുറക്കപ്പെട്ട ചെവി അബ്രഹാമിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തോട് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, സൃഷ്ടാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, വീണ്ടെടുപ്പുകാരൻ്റെ ശബ്ദം കേൾക്കുവാൻ, രക്ഷിതാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരു തുറക്കപ്പെട്ട ചെവി നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കണക്കിന് അബ്രഹാമിൻ്റെ കുടുംബത്തിന് വേണ്ടതൊക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ നടന്നു. നിങ്ങൾക്കറിയാം, ഇനിയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ചെവിയും തുറന്നു വച്ചുകൊണ്ടിരിക്കണമോ എന്ന ചിന്ത പലർക്കും ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷേ അബ്രഹാം അങ്ങനെയല്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് വല്ലതുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ശ്രദ്ധിക്കൂ, അവൻ കൂടുതൽ കടപ്പാടുള്ളവനായി തീരുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവനാമത്തിൽ ദൈവസഭയെ ഞാൻ ഓർപ്പിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് തന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നന്മ ദൈവം നിങ്ങൾക്ക് തന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ശാരീരിക അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തന്നെങ്കിൽ, ആത്മീയ അനുഗ്രഹങ്ങൾ തന്നെങ്കിൽ, ഭൂമിയിൽ എന്തെങ്കിലും നന്മകൾ നേട്ടങ്ങൾ തന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൂടുതൽ കടപ്പാടുള്ളവരാണ്. വിശ്വസിക്കുന്നവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം പറയാണ്, യെസ് അടിയൻ കേൾക്കുന്നു, പറഞ്ഞാട്ട് ദൈവമേ. ബാക്കി, അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. എല്ലാവരും ശ്രദ്ധിക്കണമേ. ദൈവം ഒരു മകനെ കൊടുത്തു. അവന്റെ വീട്ടിൽ ഇപ്പോൾ 2 മക്കളുണ്ട്. ഒരുത്തൻ നേരത്തെ ജനിച്ചു. സ്തോത്രം. ദൈവം പറഞ്ഞ വാഗ്ദത്ത സന്തതി പിന്നെ ജനിച്ചു. അപ്പോൾ ദൈവം തന്നെ പറയുന്നു, നീ സ്നേഹിക്കുന്ന 2 പേര് വീട്ടിലുണ്ടെങ്കിലും ദൈവം ഒരാളെ അംഗീകരിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ദൈവഗീതമില്ലാത്തത് എന്തെങ്കിലുമൊക്കെ കുറെ ഉണ്ടെങ്കിൽ, ദൈവം അംഗീകരിക്കാത്തത്, അത് മറ്റൊരു വഴിയിൽ നമുക്കറിയാം, അവർക്ക് വേണ്ട അനുഗ്രഹമൊക്കെ കൊടുത്തു. പക്ഷേ ദൈവം അംഗീകരിച്ചത് ഒന്നാണ്. ഞാനൊരു ദൂത് പറയാം, നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ട് എന്നുള്ളതല്ല, അതെല്ലാം ദൈവം അംഗീകരിച്ചതാണോ, അത് അവരുടെ ചിന്തയ്ക്ക് വിടുകയാണ്. ദൈവം അംഗീകരിച്ച നിന്റെ ഏകജാതൻ, അവനെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന വിധത്തിൽ അവനെ എനിക്ക് ഹോമയാഗം കഴിക്കണം. ഒരു വല്ലാത്ത പരീക്ഷയാണ്. സ്തോത്രം. ചിലപ്പോഴൊക്കെ ഞാൻ മുമ്പ് ഈ ബൈബിള് വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിന് നരബലി ആവശ്യമാണോ, അത് സ്വീകരിക്കുമോ, അത് ദൈവീകമാണോ? ഇത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഹോമയാഗം കഴിക്കാം. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് ഒന്നും കൂടെ വായിക്കാം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നും ആരും പറയരുത്. അവിടെ ഒരു സെക്കൻഡ് നിർത്തിക്കൊള്ളണം. ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷകള് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ
പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ എല്ലാവരും എന്നൊന്ന് നോക്കണേ. പരീക്ഷ ഒരിക്കലും അത്ര സന്തോഷമല്ല. വിജയം എല്ലാവർക്കും സന്തോഷമാണ്, ജയം എല്ലാവർക്കും സന്തോഷമാണ്. പരീക്ഷ എല്ലാവർക്കും വേദനയാണ്, ദുഃഖമാണ്, സങ്കടമാണ്, കണ്ണീരാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, പ്രൈസ് ദി ലോർഡ്, ഒരു ജയം വേണമെങ്കിൽ ഒരു പരീക്ഷ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരീക്ഷ അനുഭവിക്കുന്ന ദൈവമക്കളോട് ഞാനല്ല, വചനം പറയുന്നു, നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയരുത്. എന്താണ്? നമ്മൾ പലപ്പോഴുമൊക്കെ വേദനയോ പ്രയാസത്തിലോ പ്രശ്നത്തിലോ ഒക്കെ ആകുമ്പോൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, എന്തിനോ എന്തോ ദൈവം എന്നെ മാത്രം ഇങ്ങനെ ഇട്ടങ്ങ്. അതല്ലേ നമ്മുടെ ശൈലി. സ്തോത്രം. പരാജയമാണ്, പരാജയമാണ്, പരാജയമാണ്. പറയരുത് എന്നെ ദൈവം ഇട്ടിങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ ഒരു പരീക്ഷയാണോ അവിടെ നടക്കുന്നത് എങ്കിൽ നിന്റെ മേൽ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്, ദൈവം അത് കരുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും അങ്ങനെ പറയരുത്. അടുത്ത ഭാഗം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. അടുത്ത്, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഇതിനകത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവം ദോഷത്തിനായിട്ട് ആരെയും പരീക്ഷിക്കുന്നില്ല. അടുത്തതിൻ്റെ ഒരു ചിന്ത, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതുമില്ല. ദോഷത്തിനായിട്ട് പരീക്ഷിക്കുന്നില്ല, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. മനസ്സിലാവുന്നു? സ്തോത്രം, സ്തോത്രം. ഏതെങ്കിലും ദൈവിക പദ്ധതി അനുസരിച്ച് ഒരു പരീക്ഷയുടെ അകത്തുകൂടെയാണ് ഇപ്പോൾ നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, വചന വ്യവസ്ഥയിൽ നീ നിന്നോണം, ദൈവിക ട്രാക്കിനകത്ത് നിന്നോണം, ദൈവത്തിൻ്റെ നിർദ്ദേശത്തിനും ആലോചനയ്ക്കും അകത്ത് നിന്നോണം. ഈ പരീക്ഷ നിനക്ക് ദോഷത്തിനല്ല, ഇതിൻ്റെ വിജയം ഒരു മഹാവിജയമായിരിക്കും. ആ ദൂത് അങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ, വചന വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഏതെങ്കിലും പരീക്ഷകളാൽ നീ ഭാരപ്പെടേണ്ടി വരുന്നു എങ്കിൽ അവിടെ സമചിത്തതയോടുകൂടെ ആ പരീക്ഷ എഴുതി ജയിക്കുവാൻ, ആ പരീക്ഷയെ നേരിടുവാൻ നിങ്ങൾ തയ്യാറാകുക. ഈ പരീക്ഷയുടെ ഒടുവിൽ നിനക്ക് വച്ചിരിക്കുന്നത് ഒരു വൻ വിജയമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന മറ്റുള്ളവരെ കണ്ടിട്ട് പരീക്ഷ ഇല്ലാത്തവർക്ക് അവരെ കളിയാക്കാനും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തോ കുഴപ്പമുണ്ട്, കണ്ടില്ലേ അനുഭവിക്കുന്നത്, ഇതൊക്കെ പറയുമായിരിക്കാം. കേട്ടില്ലെന്ന് വിചാരിച്ചോണം. സ്തോത്രം. അവിടെ പിടിച്ചു നിന്നോണം, സഹിച്ചു നിന്നോണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ബാക്കി കാര്യം. പ്രൈസ് ദി ലോർഡ്. കൊള്ളാകുന്നവനായി തെളിയിച്ചെടുക്കാനാണ് ആ പരീക്ഷ. അതിൻ്റെ നടുവിൽ നീ കൊള്ളരുതാത്തവനായി തീരരുത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ദോഷത്തിനായിട്ടും പരീക്ഷിക്കുന്നില്ല, ദോഷം കൊണ്ടും പരീക്ഷിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു നല്ല ചിന്ത ഉള്ളിലുള്ളത്, നന്മയ്ക്കായി, നല്ലതിനായി ദൈവിക പദ്ധതി നമ്മിൽ നടപ്പിലാക്കുവാൻ ദൈവം നമ്മെ പരീക്ഷിക്കും. അങ്ങനെ ദൈവം തരുന്ന പരീക്ഷ നമ്മുടെ ഭാഗത്ത് കുഴപ്പങ്ങളില്ലെങ്കിലും
സ്തോത്രം. അത് അനുഭവിച്ച് പരീക്ഷ എഴുതുവാൻ മനസ്സ് വെക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വ്യവസ്ഥയിൽ നിന്ന് വേണം പരീക്ഷ എഴുതുവാൻ. സ്തോത്രം. വചന വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും ദൈവം അംഗീകരിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ വെച്ചിട്ട് പോയ കാൽച്ചുവട് പിന്തുടർന്നുകൊണ്ട് കഷ്ടത സഹിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, പരീക്ഷ എഴുതുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ആ പരീക്ഷയുടെ നടുവിൽ കൂടെ നീ കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ ഹല്ലേലൂയ, നിനക്ക് വെച്ചിരിക്കുന്ന പദവി വളരെ വലുതാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളെ ധൈര്യപ്പെടുത്തട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ചില പരീക്ഷകളൊക്കെ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കുവാൻ സ്തോത്രം മനസ്സാക്ഷിയുടെ പ്രാഗൽഭ്യത്തിന് തക്കവണ്ണം അതിൻ്റെ വിജയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ അത് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിനക്ക് കൃപ ലഭിച്ചു എങ്കിൽ, അതിൻ്റെ പിന്നിൽ ദൈവം ഒരുക്കി തന്ന നന്മകളും വിജയങ്ങളും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ച് കാണും. പ്രൈസ് ദി ലോർഡ്. ദോഷത്തിനായി ദൈവം പരീക്ഷിക്കുന്നില്ല, ദോഷങ്ങൾ കൊണ്ടും പരീക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. നന്മയ്ക്കായിട്ട് ദൈവം പരീക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ദോഷത്തിനായിട്ടല്ല നന്മയ്ക്കായിട്ട് പരീക്ഷകളിൽ നമ്മെ അനുവദിച്ചു കൊടുക്കുമ്പോൾ ദൈവമക്കളെ നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. ദൈവഹിതപ്രകാരമുള്ള ദൈവിക പദ്ധതി പ്രകാരമുള്ള ഒരു പരീക്ഷയിലാണ് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ്, നിന്റെ മുമ്പിൽ ഒരു വലിയ വിജയം ദൈവം വച്ചിരിക്കുകയാണ്. ഒരു വലിയ വിജയം വച്ചിരിക്കുകയാണ്. ആ വിജയത്തെ മുൻ കണ്ടുകൊണ്ട് ഈ പരീക്ഷാ കാലം, ഈ പരീക്ഷ അനുഭവം നന്നായി എഴുതി പൂർത്തിയാക്കുവാൻ കൊള്ളാകുന്നവനായി തെളിയുവാൻ ദൈവത്തിന് ഹിതമായ നിലവാരത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ ആ പരീക്ഷ മുഖാന്തരമായി തീരട്ടെ.